പ്രൈസ് ലോർഡ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മളെ ട്രെയിൻ ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ ഒത്തിരി ആൾക്കാർ ട്രെയിനിങ് തരാറുണ്ട്. ലൈക്ക് നമ്മുടെ പേരൻസ് നമ്മളെ ട്രെയിൻ ചെയ്യാറുണ്ട്, നമ്മുടെ ഗ്രാൻഡ് പേരൻസ്, അതുപോലെ ടീച്ചേഴ്സ്, നമ്മുടെ പാസ്റ്റേഴ്സ്, അതുപോലെ നമുക്ക് ഒത്തിരി പല രീതിയിൽ നമുക്ക് ട്രെയിനിങ്സ് ലഭിക്കാറുണ്ട് അല്ലേ. പക്ഷേ നമ്മുടെ കൂടെ എപ്പോഴും ഇരുന്ന് നമ്മളെ ട്രെയിൻ ചെയ്യാൻ നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പം ബാക്കി എല്ലാവർക്കും ട്രെയിൻ ചെയ്യുന്നതിനൊരു പരിധിയുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മുടെ കൂടെ എല്ലായിടത്തും അവർക്ക് വരാനോ നമ്മളെ ട്രെയിൻ ചെയ്യാനോ പറ്റത്തില്ല. പക്ഷേ അവരെക്കൊണ്ട് പറ്റുന്ന മാക്സിമം അവർ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ കൂടെ എപ്പോഴും ഇന്ന് നമ്മളെ ട്രെയിൻ ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അപ്പം നമ്മുടെ ലൈഫിൽ പല സാഹചര്യങ്ങളിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടാറുണ്ട്. പക്ഷേ ആ ഒരു സന്ദർഭങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ സന്നിധി നമ്മളിരിക്കുമ്പം ദൈവം നമുക്ക് ആ ഒരു ശക്തി പകരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് ബൈബിളിൽ സാംസ് 144:1 കാണാം, യഹോവ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. അപ്പം നമ്മളെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അഭ്യസിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അല്ലേ. അപ്പോൾ നമുക്ക് ബൈബിളിൽ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസസിൻ്റെ കാര്യം നമുക്ക് നോക്കാം. മോശയുടെ അടുത്ത് ദൈവം ഇസ്രായേൽ മക്കളെ വിടുവിക്കാനായിട്ട് പറഞ്ഞ സമയത്ത് മോസസ് കുറേ എക്സ്ക്യൂസസ് പറഞ്ഞല്ലേ. വിക്കനായതുകൊണ്ട് പല കാര്യങ്ങൾ പറഞ്ഞു, ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞല്ലേ, അവൻ്റെ വീക്ക്നെസ്സസ് പറഞ്ഞു. പക്ഷേ അന്നേരമൊക്കെ ദൈവം അവനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഐ വിൽ ബി വിത്ത് യു. അപ്പം ഈ ലോകം മൊത്തം സൃഷ്ടിച്ച ദൈവം കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെക്കാട്ടിലും വലിയൊരു ധൈര്യം വേറെ എന്താ വേണ്ടത് അല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലും നമ്മൾ ഓരോ കാര്യങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന സന്ദർഭങ്ങളിലും നമുക്ക് ഓർക്കാനായിട്ടൊരു കാര്യമുണ്ട്, നമ്മളോട് ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞൊരു ദൈവം. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ. സോ നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവം. അപ്പോൾ ദൈവം ശക്തി പകർന്നത് കൊണ്ട് മാത്രമാണ് മോസസിന് ഇസ്രായേൽ മക്കളെ വിടുവിക്കാനായിട്ട് പറ്റിയത് അല്ലേ. അപ്പോൾ നമ്മുടെ വീക്ക്നെസ്സസ് കൊണ്ട് നമുക്ക് കഴിയത്തില്ലെന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളിൽ ദൈവം നമ്മളെ ബലപ്പെടുത്താൻ, നമ്മളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് ശക്തനാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ദൈവം നമ്മളെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കും. പിന്നെ എൻ്റെ ലൈഫിലെ ഒരു കുഞ്ഞ് ഇൻസിഡൻറ്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ എൻജിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞ്. അതെനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു, പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്നേരം അതിൻ്റെ പ്രാക്ടിക്കൽസിൻ്റെ സമയത്ത് എനിക്കൊന്ന് 10 പ്രോഗ്രാംസ് എന്തോ പഠിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കും, ദൈവം എങ്ങനെ ഞാൻ ഇത് പഠിക്കുമെന്ന് വിചാരിച്ച് ഒത്തിരി പ്രാവശ്യം ഭാരപ്പെട്ടിട്ടുണ്ട്. അന്നേരം ഞാൻ ഓരോ പ്രാവശ്യവും അത് പഠിക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് എപ്പോഴും ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം അത് വരുമ്പം എനിക്കത് പഠിക്കാനായിട്ട് ഭയങ്കരമായിട്ടൊരു മനസ്സിൽ ഇങ്ങനെ ഒരു ഫോഴ്സ് ചെയ്യുന്ന പോലെ തോന്നാറുണ്ട്. അന്നേരം ഞാൻ എപ്പോഴും ഓരോ പ്രാവശ്യം പഠിക്കാൻ എടുക്കുമ്പോൾ ഞാനത് ഒന്നുകൂടെ പഠിച്ചിട്ട് ഒന്നുകൂടെ എഴുതി നോക്കിയിട്ട് ആയിരുന്നു ഞാൻ അടുത്തതിലോട്ട് പോകുന്നത്. അപ്പോൾ അത് ദൈവം തന്നെ എനിക്കത് ആ ഒരു ഫീൽ തന്നെയെന്ന് എനിക്കത് പിന്നീട് മനസ്സിലാക്കാനായിട്ട് പറ്റി. കാരണം എക്സാം ഹോളിൽ ഞാൻ ചെന്നപ്പം കറക്റ്റ് ആ സെയിം ക്വസ്റ്റ്യനാണ് എനിക്ക് ചോദിച്ചത്. അപ്പം അത് നമ്മുടെ ഒരു ചെറിയ കാര്യങ്ങളിൽ വരെ ദൈവം നമ്മളെ കരുതുന്നതല്ലേ, നമ്മളെ കെയർ ചെയ്യുന്ന ആ ഒരു സ്നേഹം അതെത്ര വലുതല്ലേ. പലപ്പോഴും നമ്മളത് മനസ്സിലാക്കുന്നില്ല, ദൈവത്തിൻ്റെ സ്നേഹം കരുതലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ. ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നു, അതിൻ്റെ ഓരോ തെളിവുകളാണ് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളൊക്കെ ഒരു കുഞ്ഞു തെറ്റുകൾ ചെയ്യുമ്പം പോലും അത് പെട്ടെന്ന് ദൈവത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒക്കെ വിചാരിക്കും, ദൈവമേ എന്തൊക്കെ തെറ്റുകൾ ആൾക്കാർ ചെയ്യുന്നു, ദൈവമേ ഞാൻ ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പം പോലും ദൈവം എന്താ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നതെന്ന് ഞാൻ പല സന്ദർഭങ്ങളിൽ ഞാൻ വിചാരിച്ചു, യേശുപ്പയ്ക്ക് എന്നെ ഇഷ്ടമല്ലേ, അതുകൊണ്ടാണോ എന്നെ പെട്ടെന്ന് ശിക്ഷിക്കുന്നത് എന്നൊക്കെ ഞാൻ ഒത്തിരി ചിന്തിച്ച സാഹചര്യങ്ങളുണ്ട്. അന്നേരം ഹീബ്രൂസ് 12:6-7 നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പം നമ്മളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോൾ ആ ഒരു ശിക്ഷ നമുക്ക് അനുഭവിക്കാനായിട്ട് ഇടവരുന്നത്. അപ്പോൾ ആ സന്ദർഭങ്ങളിൽ നമ്മളത് വിഷമിച്ച് പോകാനോ തളർന്നു പോകാനോ അല്ല, ദൈവത്തിൻ്റെ സ്നേഹമാണ് ആ സന്ദർഭങ്ങളിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്.
അപ്പോൾ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ചിന്തിക്കില്ല എന്തുകൊണ്ട് മറ്റുള്ളവർ എന്തൊക്കെ ചെയ്തിട്ട് അവർക്ക് പ്രശ്നങ്ങളോ വിഷമങ്ങളോ ഒന്നും ഇല്ല. ദൈവമേ, ഞാൻ എന്തുകൊണ്ടായി ഒരു കുഞ്ഞു കാര്യം ചെയ്യുമ്പം പോലും എനിക്ക് ഇതുപോലെ ദൈവം എന്നെ ശിക്ഷിക്കുന്നതെന്ന് ചിന്തിച്ച് നിങ്ങൾ ഭാരപ്പെടരുത്. കാരണം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവത്തിന് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ തുടരാനായിട്ട് ആഗ്രഹമില്ല. കാരണം ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ലെവലിലോട്ട് നമ്മൾ ഉയരണം. അതിനുവേണ്ടിയാണ് ചില സന്ദർഭങ്ങളിൽ നമ്മൾ പണിഷ്മെൻറ്റ്സ് നേരിടേണ്ട വരുന്നത്. അപ്പോൾ നമുക്ക് ലോകത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം, നമ്മുടെ പേരൻസ് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മളെ ശിക്ഷിക്കുന്നത്, അല്ലേ? അപ്പോൾ അത് നമ്മളോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല, നമ്മൾ ആ ഒരു തെറ്റ് പിന്നീട് ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ശിക്ഷ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് ഇനി നമ്മൾ ചെയ്യാൻ പാടില്ല. തുടർന്ന് അവരാഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ദൈവം നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നു. അപ്പം നമ്മുടെ ലൈഫിലെ വിഷമങ്ങൾ, ഭാരങ്ങൾ ഒക്കെ നേരിടുമ്പം, അല്ലെങ്കിൽ ചെറിയ ചെറിയ പണിഷ്മെൻറ്റ്സ് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പം നമ്മളത് ദൈവത്തെ വെറുക്കാനല്ല, ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു പോകാനല്ല, ദൈവത്തോട് നമ്മൾ കൂടുതലായിട്ട് അടുക്കണം, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൂടുതലായിട്ട് ചെല്ലണം. കാരണം ദൈവം നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലോട്ട് ഉയരാനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു നിർത്തും.